നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ലൈക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഹൈപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കയറി പോവാണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ മാത്രമേ അതിന്റെ റീച്ചും കാര്യങ്ങളും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്ത സങ്കടത്തിലായി പോയി നന്ദു അനിയെ വിളിച്ചിട്ട് അനി കോള് കട്ട് ചെയ്ത് വിടുക. അവന് വിഷമമായി കാണും. എങ്ങനെ വിഷമിക്കാതിരിക്കും? 2-3 മണിക്കൂർ അവൻ ഈ കടൽ തീരത്ത് ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത് തനിക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ കൃത്യസമയത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഓരോരോ വയ്യാവേലികൾ വന്നു. അതിന്റെ ഇടയ്ക്കിലേക്ക് ആ നവീനേട്ടനും കൂടെ കയറി വന്നു. ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അവനെ വേദനിപ്പിച്ച മറ്റൊരു കാര്യം, താനും നവീനേട്ടനും കൂടെ കേക്ക് കട്ട് ചെയ്യുന്ന അതവൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. നന്ദു വീണ്ടും വിളിച്ചു നോക്കി, കോൾ എടുത്തില്ല. അനിയാണെങ്കിൽ ആകപ്പാടെ ആത്മസംഘർഷത്തിലായിരുന്നു. എനിക്ക് നന്ദുവിനോട് ദേഷ്യമാണോ സങ്കടമാണോ തന്നെ അവൾ പറഞ്ഞു പറ്റിച്ചു എന്നൊരു ചിന്തയായിരുന്നു. തന്നെ വിളിച്ചു വരുത്തി കോമാളി വേഷം കെട്ടിച്ചു. എന്നിട്ടോ അവൾ നവീനോടൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ചു. അത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഈ സമയത്ത് നന്ദു ഒരു വോയിസ് മെസ്സേജ് അയക്കുവാണ്. സോറി അനി, നീ ഫോൺ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അനി എടുക്കാൻ കൂട്ടാക്കില്ല. നന്ദുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര സമയം തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നവനാണ്. എന്നിട്ട് പിന്നെ അവന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നീട് നന്ദു ഭയങ്കര വിഷമിച്ചാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൊ കരയെ ഗോവിന്ദനും കാത്തിരിക്കുന്നുണ്ടായിരുന്നു നന്ദു വരാത്തോണ്ട്. പിന്നീട് നന്ദുവിനോട് ചെന്താ നന്ദു ഇത്ര ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കണം. നന്ദു അതിന് കൂടുതൽ മറുപടി ഒന്നും പറയാതെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കനക ഗോവിന്ദനോട് പറഞ്ഞു, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഗോവിന്ദേട്ടാ. ആർക്കറിയാം എന്താന്ന്. ഇനിയിപ്പം പോലീസ് സ്റ്റേഷൻ വല്ല പ്രശ്നം ഉണ്ടായി കാണുമോ? ഏയ്, മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല തോന്നേ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിലേ ചിലപ്പോൾ സ്ട്രെസ് കാണുമായിരിക്കും, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാണത്തില്ലേ, അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. ക്ഷീണിച്ചല്ല വന്നിരിക്കുന്നേ, അതിൻ്റെ ടെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. വാ നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് അവർ കിടക്കാൻ പോവാണ്. ഇതേ സമയത്ത് അനിയാണെങ്കിൽ ആകെ തകർന്ന മട്ടിൽ അനിയും വീട്ടിലേക്ക് ചെല്ലുന്നേ. എനിക്കാണെങ്കിൽ ഒന്നിനും ഒരു മൂട് തോന്നില്ല. ആഹാരം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്ദുവിനോടൊപ്പം കഴിക്കാന്ന് കരുതിയിട്ട്. പിന്നീട് ജാനകി വന്നിട്ട് ആഹാരം കഴിക്കാൻ വിളിച്ചെങ്കിലും അനി ആഹാരം കഴിക്കാൻ പോകാൻ കൂട്ടാക്കില്ല. എനിക്ക് വേണ്ട, എനിക്കൊന്ന് കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് അനി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പം ജാനകി ഓർത്തെന്താ, തൻ്റെ മോന് ഇത്ര സമയം ജോലി ചെയ്ത് മടുത്തു വന്നു, അതിൻ്റെ ക്ഷീണമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അനി കിടന്നാലും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അനിയുടെ മനസ്സ് നിറയും ആ വീഡിയോസ് ആയിരുന്നു. താൻ കൃത്യസമയത്ത് വീഡിയോ കോൾ വിളിച്ചേ, ആ കൃത്യം അത് കാണുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇതിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അവൾക്ക് തന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എല്ലാം അവര് സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ ഒരു ചിന്തകളായിരുന്നു അനിയുടെ മനസ്സിൽ. പക്ഷേ എങ്കിലും നന്ദുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നന്ദു അറിഞ്ഞത് പോലും ഇല്ല നവീൻ അങ്ങോട്ടേക്ക് വരുന്ന കാര്യമോ ഇങ്ങനെ ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് കാര്യങ്ങളൊന്നും. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കാര്യമല്ലേ. ഇതേ ഒരു വിഷമമായിരുന്നു നന്ദുവിനും കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ വന്നിട്ട് അഭിയോട് പറഞ്ഞു, അതെ ഏൻ ജ്വല്ലറി പുതിയ ഡിസൈനർ വന്നെന്ന് പറഞ്ഞു. ഡിസൈനർ വന്നാ? നല്ല അടിപൊളി ഡിസൈനിങ് ഒക്കെയാണെന്ന് പറയുന്ന കേട്ടേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, ആഹാ കൊള്ളാലോ, അപ്പൊ ഇനിയിപ്പം നിനക്ക് പരസ്യം കുറെ കൂടുമല്ലോ എന്ന് പറഞ്ഞു. അതെ, പുതിയ ഡിസൈനിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് പുതിയ പുതിയ ആഭരണങ്ങളൊക്കെ ഇട്ട് പുതിയ പുതിയ പരസ്യങ്ങളൊക്കെ എൻ്റെ വരുമെന്ന് പറഞ്ഞു. അത് കേട്ടതും അഭി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കല്ലേ എന്നൊക്കെ ചോദിക്കുക. അഭിക്ക് അതാണ് പ്രധാനം. നബി പറഞ്ഞു, ഈ കണ്ടീഷനിൽ പോകണ വലിയ കുഴപ്പമില്ല, അധികം വൈകാതെ തന്നെ മൂസ്തി ജ്വല്ലറി തകരാൻ വഴിയുണ്ട്. ഇത്രയും കാലം മൂസ്തി ജ്വല്ലറി നയന കളക്ഷൻ അല്ലായിരുന്നോ? പക്ഷെ ഇനിയിപ്പോൾ അടിച്ചു കയറാൻ പോകുന്ന ഏൻ ജ്വല്ലറി കളക്ഷൻസ് ആയിരിക്കും. മിക്കവാറും പുതിയ ഡിസൈനർ വന്നതോട് കൂടിയിട്ട് അവിടെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വരും. ഈ വിഷുവിന് അവരെന്താണെങ്കിലും നല്ല രീതിയിൽ സെയിൽ നടത്തുമെന്നൊക്കെ പറഞ്ഞു. ഇതിലിപ്പോൾ ഒരു സന്തോഷം അഭിക്ക് കിട്ടാനില്ല. അഭി ചൂടോടെ ഈ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ജലജയെടുത്തിരുന്നു. ജലജയെടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ നമ്മുടെ ശുക്രൻ തെളിഞ്ഞെന്നാ തോന്നിയെന്ന് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അമ്മേ ഏൻ ജ്വല്ലറി ഈ വിഷുവിന് തൂക്കുമെന്ന് പറഞ്ഞു. തൂക്കുന്നോ? അതെ അമ്മേ, ഏൻ ജ്വല്ലറി പുതിയ ഡിസൈനർ വന്നിട്ടുണ്ട്. നല്ല നല്ല ഡിസൈനിങ് ഒക്കെ വരയ്ക്കാൻ അറിയാവുന്നവരാ. ഈ പറയുന്ന നയനയുണ്ടല്ലോ, നയനയെക്കാളും നല്ല ഡിസൈൻ വരയ്ക്കാൻ അറിയാവുന്ന പുതിയ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ അമ്മേ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ വിഷു ഏൻ ജ്വല്ലറിക്കാരങ്ങോട്ട് എടുക്കും. മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായിപ്പോ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. അധികം വൈകാതെ അവരുടെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എനിക്കവിടെ ജോലി കിട്ടുകയും ചെയ്യും. പിന്നെ ഞാനും നവിയൊക്കെ അവിടുത്തെ സ്റ്റാഫുകളായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, എടാ മോനെ, അപ്പൊ ഈ വീട് വിട്ട് പോകേണ്ട വരത്തില്ലേ? എൻ്റെ അമ്മേ,
വീട് വിട്ട് പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്ന് ഇപ്പം ഞാൻ കൂട്ടുന്നത്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇവിടെ ഇങ്ങനെ കിടന്ന് ഈ അടുക്കളപ്പണി എടുക്കുന്നത് കൊണ്ട് ഞാൻ മടുത്തു, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, ഒരു കണക്കിന് അത് നല്ലതാ. എനിക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നുള്ളൂ. പക്ഷെ നിന്റെ പെങ്ങളുണ്ടല്ലോ അവന്തിക, അവളുടെ കാര്യം ഓർത്തിട്ട് മാത്രം. അല്ലായിരുന്നെങ്കിലോ അവളുടെ കല്യാണമൊക്കെ നടക്കണമല്ലോ. അല്ലായിരുന്നു പണ്ട് ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടേലും പോയേനോ. എത്ര നാളെന്ന് വെച്ചാ ഇവിടെ അടിമപ്പണിയും ചെയ്ത് കിടക്കുന്നേ. അബി പറഞ്ഞു, അധിക നാളൊന്നും അങ്ങനെ കിടക്കേണ്ട വരില്ലമ്മേ. കണ്ടോ, ഞാൻ ജ്വല്ലറി കയറിയ പിന്നെ അമ്മയ്ക്ക് നല്ല കാലം വരാൻ പോന്നേ. എന്താണ് മൂർത്തി ജ്വല്ലറി തകരും എന്നുള്ള കാര്യം ഉറപ്പായി. പോരാത്തൻ അനിയും കൂടെ അല്ലേ കയറിയിരിക്കുന്നേ. ഈ വിഷു ഒന്ന് കഴിയുന്നതോട് കൂടിയിട്ട് ജ്വല്ലറി തകർന്ന് തരിപ്പണമായി പോന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു ജലജയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പം. അങ്ങനെ ജലജ സന്തോഷത്തോടു കൂടി നേരെ അടുക്കളയിലേക്ക് പോവാ. ആ സമയം ദേവേനയും മുത്തശ്ശിയും കൂടെ അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം മുത്തശ്ശൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആയിരുന്നു മുത്തശ്ശി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ആ സമയത്ത് ദേവേനി പറഞ്ഞു, നയനമോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ, നീ ഒരു കാര്യം ചെയ്യാ, ഉണ്ടാക്കിക്കൊണ്ട് അവൾക്ക് കൊടുത്താൽ പോരെ. അത് ശരിയാമേ, എന്നാലും പക്ഷെ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മുത്തശ്ശൻ്റെ സ്വഭാവം അറിയാലോ. മുത്തശ്ശന് പഴയതുപോലെ ഒന്നുമല്ല, കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ആദർശ് എന്തെങ്കിലും സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ മാത്രമോ നിന്റെ മുത്തശ്ശൻ ഇവിടെ കയറ്റുവോളം തോന്നാവനെ. അല്ലെങ്കിൽ മുത്തശ്ശൻ ഇവിടെ കയറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, അതിന് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിൽ നിന്റെ അച്ഛന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആ കാര്യങ്ങൾ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും കാലമായിട്ട് ഇന്ന് വരെ തകർച്ചയുടെ വക്കിലേക്ക് പോയിട്ടില്ല മൂർത്തി ജ്വല്ലറി. ആദ്യമായിട്ടാണ് തകർന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. അല്ല, നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത്രയും നാളത്തെ പോലെയല്ല, ഇപ്പൊ പുതിയൊരു സ്വഭാവ. എന്താന്ന് ഞാൻ കുറെ തവണ ചോദിച്ചിട്ടും ഒന്നും എന്നോട് പോലും പറയുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരുടെ ഒരു ദേഷ്യമാണ്, എന്നോട് പോലും പലപ്പോഴും ദേഷ്യപ്പെടും. ഇങ്ങനത്തെ സ്വഭാവമൊന്നും ആയിരുന്നില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ ഭയങ്കര സന്തോഷത്തോടെ വരുന്നുണ്ട്. അപ്പൊ ദേവേനി ചോദിച്ചു, എന്താടി നിനക്ക് ഇത്ര വലിയ സന്തോഷം? ഓ, മരുമോളിപ്പം ജ്വല്ലറി ഭയങ്കര മോഡലായതുകൊണ്ട് സന്തോഷമായിരിക്കുമല്ലേ? അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഏട്ടത്തി എന്തേ പറയണേ? അതെ ഏട്ടത്തി ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, അല്ലെങ്കിൽ തന്നെ അബിക്കും നബിക്കും ഒക്കെ എപ്പോഴും ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാനും സമയമുള്ളെന്ന് പറഞ്ഞു. സങ്കടപ്പെടാനോ? അവരോ? അതെ, അവരെ എപ്പോഴും ഈ വീട്ടിൽ എല്ലാവരും അടിച്ചു താഴ്ത്തു വന്ന് അവർക്കൊരു വിലയും കൊടുക്കുന്നില്ലെന്ന്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടി അവനവൻ്റെ വില അവനവൻ തന്നെ തീരുമാനിക്കുന്നേ. ഈ പറയുന്ന അബിയുണ്ടല്ലോ, അവൻ ചെയ്തു കൂട്ടി വെച്ചാൽ എന്തൊക്കെയാണെന്നറിയാലോ. നവ്യയോട് സത്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ അവൻ നന്നായിട്ട് വില കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഈ വീട്ടിലെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. എങ്ങനെയാണെന്നറിയാവോ? നവ്യ സത്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ. പിന്നെ ഹേൻ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ട് നിന്റെ മോനും നീയും നിന്റെ മരുമോളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കുടുംബത്തെ തന്നെ ഒറ്റി കൊടുക്കുന്നുണ്ടോ സംശയമുണ്ട്. കാരണം അവളിപ്പോൾ അവിടുത്തെ വലിയ പരസ്യ മോഡലല്ലേ. അപ്പൊ ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ അവിടെ ചോർത്തി കൊടുക്കുന്നുണ്ടൊരു സംശയം ഇല്ലാതില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, എന്താ അമ്മ എന്താ ഇങ്ങനെ പറയണെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെ പറയണോടി, നിന്നെ നിന്റെ മരുമോളെ പിന്നെ നിന്റെ മോനെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ പറഞ്ഞേ, നീ കൂടുതലും മിണ്ടാതെ പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ. ദേവേന് പറഞ്ഞു, അതെ, ഇവിടെ കാര്യം കാണാൻ വേണ്ടി എന്തും പറയുന്നവളാ. ഇവളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇവളുടെ മനസ്സിലൊന്നും പുറമെ പറയുന്ന വേറൊന്നും ആന്ന് പറഞ്ഞു. ഇതേ സമയത്ത് മാളവിക ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലുവാണ് ജ്വല്ലറിയിലേക്ക്. കാരണം ഇന്ന് തൊട്ടാണ് ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും മൂർത്തി ജ്വല്ലറി തകർന്നു പോകാൻ പാടില്ല. അവരെ കരകയറ്റണം, തന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ആളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.